രഞ്ജിയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിനിലാണ് ഷൂട്ട് ചെയ്തത് ഈ പടം. മഹേഷിൻ്റെ പടം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ പടം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ MTയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ലെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലും ഉണ്ട്. ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് 2 ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. MT വാസുദേവൻ നായർ പ്രിയദർശൻ ഒരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. ഏതൊരു സംവിധായകരും ആഗ്രഹിക്കുന്നത് പോലെ MT സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ളൊരു ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായി MT സാറിൻ്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്നും പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. ഒരു പ്രത്യേകത കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണെന്ന് നമ്മളെല്ലാം പഠിക്കുന്നത്. ഞാൻ എന്നെപ്പോലൊരു ചലച്ചിത്ര വിദ്യാർത്ഥി പഠിക്കുന്നു. Directors Shri Jayaraj, Shri Shyama Prasad, Shri Ranjit, Shri Mahesh Narayanan, Shri Ratish Ambat, കൂടാതെ സിദ്ദിഖ, ഇന്ദ്രജിത് സുകുമാരൻ, വിനീത്, നദിയ മൊയ്തു, അപർണ ബാലമുരളി, അനുമോൾ, ഇവിടെ അങ്ങനെ ഒരുപാട് പേരെത്തിയിരിക്കുന്നു. എല്ലാവരെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരു സായാഹ്നം മുഴുവൻ മതിയാവില്ല. അതുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രത്യേക ക്ഷണപ്രകാരം ഇവിടെ എത്തിച്ചേർന്ന ശ്രീ PK കൃഷ്ണദാസ്, നാഷണൽ കൗൺസിൽ മെമ്പർ BJP, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. It is my honor and privilege to welcome esteemed guests from the ZEE5, the OTT platform which will be releasing Manorathangal. Good evening everybody. നമസ്കാരം MT സർ. സ്വപ്നം കാണുന്നത് നമുക്കെല്ലാവർക്കും ഉള്ളൊരു സ്വഭാവം എന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ സിനിമ സ്വപ്നം കണ്ടു. അതിനു മുമ്പ് ആ സ്വപ്നം കാണൽ എന്ന് പറഞ്ഞത് എന്നോടൊപ്പം ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. ഒരു സിനിമ, ഒരുപാട് സിനിമകൾ 97 സിനിമയോളം അടുപ്പിച്ച് ചെയ്ത് ഞാനിവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ മൂമെൻ്റ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ പ്രിയദർശൻ ഒരു തിരശ്ശീല എഴുതി കാണണം എന്ന സ്വപ്നം സിനിമ തുടങ്ങുന്നതിന് മുൻപ് മനസ്സിൽ കൊണ്ട് നടന്ന ഒരാളാണ് ഞാൻ. അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും ഒരിക്കലും എനിക്കത് സാധിച്ചില്ല. പക്ഷേ ആ മോഹം ഏകദേശം കൈവിട്ട സമയത്താണ് എനിക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത്. അതിന് സത്യം പറഞ്ഞാൽ ഈശ്വരനോട് ഞാൻ നന്ദി പറയണം. ഈശ്വരൻ കൊണ്ടു തന്നൊരു ചാൻസായിട്ടാണ് ഞാൻ കാണുന്നത്. എനിവേ, അങ്ങനൊരു വലിയ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം ആയിട്ട് മനസ്സ് നിറഞ്ഞ് ഞാനിവിടെ നിൽക്കുകയാണ്. 2 സിനിമകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒന്ന് ശിലാലിഖിതങ്ങൾ, ഒന്ന് ഓളവും തീരും. ഓളവും തീരും എന്നുള്ള സിനിമ ചെയ്യാനുള്ള കാര്യം നേരത്തെ ലാൽ പറഞ്ഞ പോലെ ഞാൻ സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത് ഓളവും തീരവും എന്നുള്ള ഒരു തിരക്കഥ വായിച്ചിട്ടാണ്. അന്നാണ് ഒരു സിനിമ സംവിധാനം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ തുടങ്ങിയത്. ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ചില്ലെങ്കിലും അത് സംഭവിച്ചതിന് സർവേശ്വരനോട് നന്ദി. സാറിന് ഒരു നല്ല ജന്മദിനം കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. MT സാറിൻ്റെ കഥകൾ വായിക്കാൻ സാധിച്ചതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ സാധിച്ചതും വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായി അഭിനയിക്കാൻ സാധിച്ചത് വലിയ ഭാഗ്യമാണ്. ഇന്ന് അദ്ദേഹത്തോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചത് മഹാഭാഗ്യമാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും നേരുന്നു.
ദൈവം ആയുസ് കൊടുക്കുന്നിടത്തോളം കാലം സമാധാനവും സന്തോഷവും ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. മനോരഥങ്ങൾ എന്ന ഈ ആന്തോളജി ഫിലിം ഒരു വലിയ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി. സർ, എൻ്റെ പിറന്നാൾ ആശംസകൾ. സിദ്ദിഖ് സാർ ഒരു നിമിഷം സ്റ്റേജിൽ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അടുത്തതായി അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയുടെ സംവിധായകനും ഇന്ത്യൻ സിനിമയുടെ തന്നെ തിലകക്കുറിയുമായ സന്തോഷ് ശിവൻ സാറിനെ നമ്മൾ നമ്മുടെ ഒരു സ്നേഹാദരം അർപ്പിക്കുന്ന സമയമാണ്. അതിനുവേണ്ടി ചീഫ് ക്ലസ്റ്റർ ഓഫീസർ സൗത്ത് ശ്രീ ഷിജു പ്രഭാകരനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സന്തോഷ് ശിവൻ സാറിന് പെട്ടെന്ന് പോകേണ്ടതുണ്ട്, പക്ഷേ ഞങ്ങളുടെ സ്നേഹം അറിയിക്കാതെ അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഇവിടുന്ന് വിടാൻ സാധിക്കുകയില്ല. മിസ്റ്റർ ഷിജു, പ്ലീസ് കം ആൻഡ് ജോയിൻ us ഫോർ ദി ഓണറിംഗ് സെറമണി. സന്തോഷ് ശിവൻ സാറിനെ അഭയം തേടി വീണ്ടും എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി ഈ പുരസ്കാരം ഇവിടെ സമർപ്പിക്കുകയാണ്. Mr. Shiju Prabhakaran, Chief Cluster Officer South, will now give the memento for Santosh Shivan sir. C5 സരിഗമയും ചേർന്ന് ഒരുക്കുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജിയിലെ അഭയം തേടി വീണ്ടും എന്ന സിനിമയുടെ സംവിധായകനാണ്. സർ, 2 വാക്ക് MT സാറിന് വേണ്ടി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സിനിമയിലേക്ക് എത്തിയപ്പോൾ ഏതൊരു സംവിധായകനും ആഗ്രഹിക്കുന്നത് പോലെ MD സാറിൻ്റെ ഒരു തിരക്കഥ സിനിമയാക്കാനുള്ളൊരു ആഗ്രഹവും സ്വപ്നവും എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തിനോടത് ചോദിക്കുവാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുള്ള യോഗ്യത, അർഹത എനിക്കുണ്ടോ എന്നുള്ള ഉറപ്പ് എനിക്കില്ലാതിരുന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിലേക്കുള്ള വഴി എൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയായിരുന്നു. അതിന് കാരണക്കാരനായത് സതയത്തിൻ്റെ നിർമ്മാതാവായ സെവനാർട്സ് വിജയകുമാറാണ്. ആദ്യമായിട്ട് അദ്ദേഹത്തിനോട് ഈ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചത് ജൂലിയസ് സീസർ ചെയ്യാവുന്നതാണ്. അതിനായിട്ട് അദ്ദേഹത്തോടൊപ്പം ലൊക്കേഷൻ തേടി മൈസൂർ ഭാഗങ്ങളിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യവുമുണ്ടായി. എന്നാൽ അത് ഒരു വലിയ പ്രൊജക്റ്റായിട്ടാണ് വിഭാവനം ചെയ്തത്. മലയാളത്തിലെ ഏറ്റവും മുഖ്യ അഭിനേതാക്കളായ ശ്രീ മമ്മൂട്ടിയും ശ്രീ മോഹൻലാലും ഉൾപ്പെടെ ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു മെഗാ പ്രോജക്റ്റായിട്ടാണ് അതിന് കൺസീവ് ചെയ്തത്. പക്ഷേ അന്നത്തെ മലയാള സിനിമയുടെ സാഹചര്യങ്ങളിൽ അത്ര വലിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു മാർക്കറ്റ് മലയാളത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് MD സാർ തന്നെയാണ് നിർദ്ദേശിച്ചത് നമുക്ക് നമ്മുടെ പരിധികൾ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു സിനിമ ചെയ്യാമെന്ന്. അങ്ങനെയാണ് സതയത്തിലേക്ക് എത്തുന്നത്. സതയം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിച്ച ഒരു ഘട്ടം എന്ന് പറയുന്നത് കോഴിക്കോട് ഷൂട്ട് ചെയ്യുമ്പോൾ സാറ് ലൊക്കേഷനിലേക്ക് വരുന്ന സമയങ്ങളാണ്. എപ്പോഴും ഒന്നും സാറ് വരാറില്ല, പക്ഷേ വരുന്ന ചില മണിക്കൂറുകൾ ഞാൻ ഏറ്റവും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നതൊക്കെ അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ, അദ്ദേഹം ഉദ്ദേശിച്ചതാണോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഉള്ളൊരു വല്ലാത്ത പേടിയുണ്ടായിരുന്നു. പിന്നീട് ആ സിനിമയുടെ ഡബിൾ പോസിറ്റീവ് മദ്രാസിൽ കാണാനായിട്ട് അദ്ദേഹം എത്തിയപ്പോൾ അതിൻ്റെ ഷോ കഴിയുന്ന സമയത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി പരീക്ഷയുടെ റിസൾട്ട് അറിയാൻ കാത്തു നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലെ നിൽക്കുകയായിരുന്നു. അദ്ദേഹം എന്താണ് പറയാൻ പോവുക, അദ്ദേഹം ഉദ്ദേശിച്ചൊക്കെയാണോ ഞാൻ ചെയ്തിരിക്കുന്നത്. ആ ഭയത്തോടുകൂടി ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൻ്റെ ഒരു കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടാകുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ ആ സിനിമയോടുള്ള അത് കണ്ടതിൻ്റെ ഒരു പ്രതികരണമായിട്ട് ഞാൻ ഏറ്റെടുത്തു. അതാണ് ശരിയെന്ന് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പലപ്പോഴായിട്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹം പലയിടത്തും പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ആ സിനിമ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അതൊക്കെ അത് ചെയ്യാനുള്ള ഒരു പ്രാപ്തി എനിക്കുണ്ട് എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരങ്ങളാണ്. ഇന്ന്
ഈ വേദിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ളൊരു പിറന്നാൾ ആശംസകൾ നേരുകയാണ്. ആയുസ്സും ആരോഗ്യവും എല്ലാം സർവേശ്വരൻ നൽകട്ടെ. ഇനിയും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വരികളും നമ്മളെ ആസ്വദിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. നമസ്കാരം. മലയാളത്തിൻ്റെ സുഹൃതമായ MT വാസുദേവൻ നായർ സാറിന് ജന്മദിനാശംസകൾ. തീർച്ചയായും ഇവിടെ സൂചിപ്പിച്ച പോലെ മലയാളത്തിലെ സാങ്കേതിക പ്രവർത്തകരുടെ മുഴുവൻ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. സാറിന് ജന്മദിനാശംസകൾ നേരുവാനായി. MT സാറിൻ്റെ എഴുത്തിനെക്കുറിച്ചോ തിരക്കഥയെക്കുറിച്ചോ സിനിമയെക്കുറിച്ചോ ഇവിടെ സംസാരിക്കുന്നതിൽ പ്രസക്തിയില്ല. കാരണം ആയിരക്കണക്കിന് പുറങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിമർശകർ, ഗവേഷകർ ഇപ്പോഴും ആ എഴുത്ത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവസാനമായി പറയാനുള്ളത്, MT സാർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥാകാരനെക്കുറിച്ച് എഴുതിയ ഒരു വാചകം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്. അത് എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിക്ക് സാറിനോട് പറയാനുള്ളതാണ്. അത് ബഷീറിനെ കുറിച്ച് അങ്ങ് എഴുതിയതാണ്. എൻ്റെ ഈ മരുപ്പറമ്പിൽ ഇത്തിരി വട്ടത്തിൽ തണലും തണുപ്പും സുഗന്ധവും തന്ന പൂമരം മുളപ്പിച്ച കാലത്തിൻ്റെ ഉർവരതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. MTക്ക് നന്ദി പറയുന്നു. വ്യക്തിപരമായി ഒരു ചെറിയ സംഗതി കൂടി പറയണം. ഈ വേദിയിൽ സാറിൻ്റെ മുമ്പിൽ അത് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ 90കളുടെ ആദ്യം സാഹിത്യ വിമർശനത്തിൽ കൈവച്ച് ലേഖനങ്ങൾ നിരന്തരം ആഴ്ചപ്പതിപ്പുകൾ കയറ്റുമ്പോൾ മടക്കത്തപാലിൽ തന്നെ അത് കൃത്യമായി കിട്ടിയിരുന്നു. ഒന്നും പ്രസിദ്ധീകരിച്ചിരുന്നില്ല. 98-ൽ KP അപ്പൻ എന്ന മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ നിരൂപകനെ അതിനിശ്ചിതമായി വിമർശിച്ച് ഞാൻ എഴുതിയ ഒരു ലേഖനം ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. എന്നെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞ് അത് പ്രസിദ്ധീകരിച്ചു. അന്ന് പത്രാധിപർ ശ്രീ MT വാസുദേവൻ നായരായിരുന്നു. എന്നെപ്പോലെ ആയിരക്കണക്കിന് എഴുത്തിലേക്ക് വരാൻ വെമ്പി നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് വഴികാട്ടിയ ഒരു പത്രാധിപർ കൂടിയായിരുന്നു MT എന്നുള്ളത് ഈ അവസരത്തിൽ മറന്നു പോകരുത്. ഒപ്പം നിലപാടുകൾ പറഞ്ഞാൽ ചിറകുകൾ അരിയപ്പെടും എന്ന ഒരു കാലത്ത് നിന്നുകൊണ്ട് തൻ്റെ പ്രായം മറ്റാരേക്കാളും താൻ ചെറുപ്പമാണ് എന്ന് വിപ്ലവകരമായി ഉറക്കെ പ്രഖ്യാപിക്കുന്ന MT വാസുദേവൻ നായരുടെ നിലപാടുകൾക്കും കാലത്തെ ജയിക്കാനുള്ള കരുത്തുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി വാസുവേട്ടന് പിറന്നാൾ ആശംസകൾ. എല്ലാവരും MT സാർ എന്ന് വിളിക്കുന്ന ഇദ്ദേഹത്തിന് എന്താണ് വാസുവേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്നത് എന്ന് സംശയമുണ്ടാവും പലർക്കും. പക്ഷേ അത് ഞങ്ങൾ കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം തരാതെ തന്ന ഒരു അനുവാദമാണ്. മനോരഥങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരു സിനിമ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമായി തന്നെ കരുതുന്നു. അതും എനിക്ക് പ്രിയപ്പെട്ട 2 കഥകൾ. അതിൽ എനിക്ക് പ്രിയപ്പെട്ട, ഞാൻ ഏറെ ആദരിക്കുന്ന മലയാളത്തിൻ്റെ മമ്മൂക്ക അഭിനയിക്കുന്നു. നന്ദി എല്ലാവർക്കും ഈ സമയത്ത് പറയുന്നു. നന്ദി. ജീവിതത്തിലെ വലിയൊരു സ്വപ്നമായിരുന്നു ഞാൻ ഭരതേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ. ആദ്യമായി ഭരതേട്ടൻ എൻ്റെ കയ്യിൽ തന്ന തിരക്കഥ ഋഷ്യശൃംഗൻ എന്ന പേരിലുള്ള വൈശാലിയുടെ തിരക്കഥ. വാസുവേട്ടൻ്റെ കയ്യക്ഷരം കണ്ട് ഞാൻ കോരിത്തരിച്ചു. ആ തിരക്കഥ വായിക്കുമ്പോൾ മനസ്സിലൂടെ ഓടിയെത്തിയത് ഞാൻ എന്നും ആരാധിക്കുന്ന വാസുവേട്ടനെ കുറിച്ചാണ്. പിൽക്കാലത്ത് വാസുവേട്ടൻ്റെ കൂടെ ആ സിനിമ വർക്ക് ചെയ്യുന്ന സമയത്ത് ഓരോ നിമിഷവും ആ സിനിമയുടെ ചിത്രീകരണ സമയത്തൊക്കെ വാസുവേട്ടൻ ഇങ്ങനെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാണുമ്പോൾ, അതിൻ്റെ എഡിറ്റിംഗ് സമയത്ത് പോലും കൂടെ ഇരുന്ന ഭരതേട്ടൻ പോലും ഒരിക്കൽ ഏതാണ്ട് പതറിയ നിമിഷത്തിൽ വാസുവേട്ടൻ വന്നിറങ്ങി അതിൻ്റെ ഓരോ അംശവും ഒരു പൂർണ്ണ എഡിറ്ററെ പോലെ എഡിറ്റ് ചെയ്ത് ഇന്ന് നമ്മൾ കാണുന്ന വൈശാലി ആ രൂപത്തിലാക്കി. എനിക്ക് അശ്വതി ഒരു സ്വാതന്ത്ര്യം തന്നു. ഈ 10 കഥകളിൽ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്തോളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് സ്വർഗം തുറക്കുന്ന സമയം മതി.
ഒരിക്കൽ എന്നും കാലത്തെ അതിജീവിക്കുന്ന ഒരു കഥയാണത്. ഒരു കഥാകാരൻ്റെ കഥ ജീവിതത്തിൽ എല്ലാ കാലത്തും അർത്ഥവത്താവുമ്പോഴാണ് അത് മഹത്തരമാകുന്നത്, ലോകോത്തരമാകുന്നത്. ഒരിക്കൽ ആൾക്കൂട്ടത്തിൽ തനി എന്ന സിനിമ പുറത്തിറങ്ങുമ്പോൾ അന്ന് ഏറ്റവും റിലവൻ്റായ ടോപ്പിക്കായിരുന്നു. ഇന്ന് സ്വർഗം തുറക്കുന്ന സമയം വീണ്ടും റിലവൻ്റായ ടോപ്പിക്കായി മാറുന്നു. ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി നെടുമുടി വേണു വരുമ്പോൾ നിയോഗം, നിമിത്തം എന്ന വാക്കുകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ആ നിമിഷം അദ്ദേഹത്തെ കണ്ടപ്പോൾ, ആ ശയ്യയിൽ കിടക്കുമ്പോൾ, ജീവിതത്തിൻ്റെ അവസാന രംഗം അഭിനയിക്കുവാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സ് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതൊരിക്കലും അദ്ദേഹത്തിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമാവരുത് എന്ന്. പക്ഷേ ഒരുപക്ഷെ വേണിച്ചേട്ടനും അറിയാമായിരുന്നു എന്ന് തോന്നുന്നു. അതിന് ചിത്രീകരണ വേളയിൽ മുഴുവൻ ഞാനും മിക്കവാറും അടുത്തിരുന്ന് കാലിങ്ങനെ ഒഴിഞ്ഞു കൊടുക്കും. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം ആശുപത്രിയിലായി. അവിടെ തൻ്റെ സഹധർമ്മിണിയെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഈയിടെ ഒരു സിനിമ അഭിനയിച്ചു വാസുവേട്ടൻ്റെ, അതിൽ ഇതുപോലൊരു രംഗമുണ്ട്, ഞാനിപ്പോൾ കിടക്കുന്നത് പോലൊരു രംഗം. മക്കളെയും വിളിച്ച് അടുത്തിരുത്തി. അന്ന് വേണുവേട്ടൻ പറഞ്ഞ വാക്കുകൾ ചേച്ചി പറയുമ്പോൾ ശരിക്കും ദുഃഖം തോന്നുന്നു. ഏതാണ്ട് നിയോഗം പോലെ വേണുവേട്ടൻ നമ്മളെ വിട്ടു പോകുമ്പോൾ സ്വർഗം തുറക്കുന്ന സമയം നമ്മൾ വീണ്ടും വീണ്ടും കാത്തിരിക്കുന്നു. എൻ്റെ മനസ്സിലെ, എൻ്റെ ജീവിതത്തിലെ ഒരുപക്ഷെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം ഇതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വാസുവേട്ടൻ്റെ ഒരു തിരക്കഥ സംവിധാനം ചെയ്യാൻ കഴിഞ്ഞതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അർത്ഥവത്തായ മുഹൂർത്തം. തികച്ചും അഭിമാനകരമായിട്ടുള്ളൊരു സന്ദർഭം തന്നെയാണത്. മലയാളത്തിലെ ഏറ്റവും ലബ്ധപ്രതിഷ്ഠ നേടിയിട്ടുള്ള ചലച്ചിത്ര പ്രതിഭകളോടൊപ്പം, അഭിനേതാക്കളോടൊപ്പം ചെറുകഥ എന്ന ഒരു ഫോം ലഘുചിത്രമായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഹരം കണ്ടെത്തിയിട്ടുള്ള, അതിലൂടെ സിനിമ പഠിച്ച ഒരാളെന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചത്, അതും മലയാള ചെറുകഥയിലെ ഏറ്റവും ഉന്നത ശീർഷനായിട്ടുള്ള ശ്രീ എം ടി വാസുദേവൻ്റെ ഒരു കഥ അധികരിച്ചുകൊണ്ട് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവമായിരുന്നു. പ്രത്യേകിച്ചും ഇതിൻ്റെ കഥ, തിരക്കഥ ഒക്കെ ഡിസ്കസ് ചെയ്യാനും ഒക്കെ ആയിട്ട് സാറിൻ്റെ വീട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങൾ. ഇതൊരു പ്രത്യേകതയും കൂടിയുണ്ട്. സാറിൻ്റെ സഹധർമ്മിണി കലാമണ്ഡലം സരസ്വതി ടീച്ചർ ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്രമല്ല അശ്വതി ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ ഒരു കുടുംബ സെറ്റിലായിരുന്നു ഇതിൻ്റെ ചിത്രീകരണമൊക്കെ. എൻ്റെ കാഴ്ചയിൽ എഴുത്തുകാരൻ്റെ ഇൻറ്റഗ്രിറ്റി ഒരു കാലത്തും വിട്ടുകൊടുക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട എം ടി സാറിന് ജന്മദിനാശംസകൾ. അദ്ദേഹത്തിൻ്റെ എഴുത്ത് പുസ്തകങ്ങളിലൂടെ, പ്രത്യേകിച്ച് തിരക്കഥകൾ, DC പബ്ലിഷ് ചെയ്ത തിരക്കഥകളിലൂടെ വായിച്ചാണ് തിരക്കഥ എന്താണെന്ന് നമ്മളെല്ലാം പഠിക്കുന്നത്. എന്നെപ്പോലൊരു ചലച്ചിത്ര വിദ്യാർത്ഥി പഠിക്കുന്നു. അതിനകത്ത് ആ തിരക്കഥ വായിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ മുമ്പ് അദ്ദേഹം എഴുതിയിരിക്കുന്നൊരു ആമുഖമുണ്ട്. അതിനകത്ത് ആ കഥ വന്ന വഴിയെക്കുറിച്ച്, അതിൽ പലതും ചുറ്റുപാടിൽ നിന്ന് എങ്ങനെയാണ് കഥകൾ അദ്ദേഹം കണ്ടെത്തുന്നുള്ളൊരു പാഠമാണ്. ആ ടെക്സ്റ്റ് ബുക്കാണ് ഇന്നും എന്നെപ്പോലുള്ള ചലച്ചിത്രകാർ, ഇന്നത്തെ ജനറേഷനുള്ള ഒരു പക്ഷേ സിനിമാ വിദ്യാർത്ഥികളെന്ന് വിളിക്കാവുന്ന സംവിധായകർ കടമെടുത്തിരിക്കുന്നു. എനിക്ക് എന്തുകൊണ്ട് ജയരാജ് സാറ് പറഞ്ഞ പോലെ ജയരാജ് സാറിന് കിട്ടിയ സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നില്ല. എന്നിലേക്ക് ഷെർലക്ക് വരികയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നെ ഷെർലക്ക് ചെയ്യാൻ സാറ് തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് ഇന്നും അറിയില്ല. സാറുമായി ചെലവഴിച്ച ആ സമയങ്ങൾ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എനിക്ക് ഇടപെടാൻ പറ്റിയ ആ നിമിഷങ്ങളെല്ലാം വളരെ വിലപ്പെട്ടതായി ഞാൻ കാണുന്നു. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് അധികം കഥകൾ അദ്ദേഹത്തിൻ്റെതായിട്ടില്ല, വളരെ കുറച്ചേ ഉള്ളൂ. അതും ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹം സെറ്റ് ചെയ്തിരിക്കുന്നൊരു കഥ, അത് സംവിധാനം ചെയ്യാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അതിൽ പ്രത്യേകമായിട്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കിയ ചില സംഭവങ്ങളിൽ വളരെ നർമ്മം വളരെ സ്വതസിദ്ധമായ അദ്ദേഹത്തിൻ്റെ നർമ്മം കലർന്ന ഭാഷയിൽ എന്നോട് അതിൻ്റെ എന്താ പറയുന്നത്, അതിന് ആ കഥ വന്ന വഴിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദി സാർ. താങ്ക് യു സോ മച്ച്. ന്യൂസ് വാല്യൂവിനും അശ്വതിക്കും, ന്യൂസ് വാല്യൂയുടെ എല്ലാ ബന്ധപ്പെട്ട എല്ലാ നിർമ്മാതാക്കൾക്കും, സരിഗമയ്ക്കും, സി5നും എൻ്റെ നന്ദി. താങ്ക് യു. മനോരത്നങ്ങൾ എന്ന ഈ ആന്തോളജിയിൽ കടൽക്കാറ്റ് എന്ന് പറയുന്ന ഒരു സിനിമയാണ് എനിക്ക് ചെയ്യാൻ അവസരം കിട്ടിയത്. ഇതിന് അവസരം തന്ന എം ടി സാറിനോടും
ന്യൂസ് വാല്യൂവിനോടും സരിഗമയോടും ഉള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ബഹുമാന്യതേ, വാക്കുകളും വിശേഷണങ്ങളും തീർത്തും അപ്രസക്തമാക്കുന്ന വ്യക്തിത്വമാണല്ലോ നമ്മുടെ എല്ലാവരുടെയും ബഹുമാനായ വാസുവേട്ടൻ, പ്രിയപ്പെട്ട MD. അദ്ദേഹത്തിന് ആദ്യം തന്നെ ഞാൻ ജന്മദിനാശംസകൾ നേരുന്നു. അദ്ദേഹത്തിൻ്റെ 9 തിരക്കഥകൾ മലയാളത്തിൻ്റെ മഹാന്മാരായ സംവിധായകരാൽ, 9 മഹാന്മാരായ നടിമാരാൽ നമ്മുടെ മുൻപിലേക്ക് ആന്തോളജിയായി എത്തുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. അതിന് നേതൃത്വം നൽകിയ അശ്വതിയെയും ടീമിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പൊതുവെ അല്പം സഭാകമ്പമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കാത്തൊരു സായാഹ്നമാണ് നമുക്കിന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. ആന്തോളജി വിഭാഗത്തിൽ സിനിമകൾ അപൂർവമായിട്ടും ഉണ്ടാകാറുണ്ട്. പക്ഷെ നമുക്ക് ആരുടെ മുമ്പിലും ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ആന്തോളജി ആയിരിക്കും ഇത് മലയാള ഭാഷയെ സംബന്ധിച്ചിടത്തോളം. മനോരഥങ്ങൾ എഴുത്തുകാരൻ്റെ മനോരഥത്തിൽ കയറിപ്പോകുന്നതാണ്, കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ വ്യക്തിപരമായിട്ട് MT ആയിട്ട് അടുപ്പമുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തതും അത്ഭുതപ്പെടുത്തുന്നതും അദ്ദേഹത്തിലുള്ള ചെറുപ്പമാണ്. ചെറുപ്പമെന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും, സമകാലീന സംഭവങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക, സാമ്പത്തിക, സാഹിത്യ, എല്ലാ കാര്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ള ആളാണ്. പുതിയ പുസ്തകങ്ങൾ, പുതിയ സാഹിത്യകാരന്മാർ, പുതിയ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ, വിവിധ ഭാഷകളിൽ, ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ്, അത് വായിച്ചിരിക്കുന്നു. ഇതിനടുത്ത കാലത്ത് ആ പേര് ഞാൻ മറന്നുപോയത്, അപ്പം വേണ്ടി ഞാൻ ഫോൺ എടുത്തപ്പോഴാണ് എന്നെ വിളിച്ചത്. എനിക്കൊരു പുസ്തകം കൊടുത്തയച്ചിരുന്നു. അത് 2ാം ലോകമഹായുദ്ധകാലത്ത് നടന്ന ഒരു സംഭവ കഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ഫിക്ഷനാണ്, ഒരു ഡോക്യു ഫിക്ഷൻ പോലെ. ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തയച്ചു. എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് MD 2 പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നതാണ്. പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ടും വായിച്ചു. എന്നെ കൊണ്ട് അത്രയും വായിക്കുമ്പോൾ ഇത്രയുള്ള ബുക്കാണ്. അപ്പോൾ എൻ്റെ മോള് വായിച്ചിഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരമില്ലെങ്കിലും എൻ്റെ മോളും തമ്മിൽ ഒരുപാട് ദൂരമുണ്ട്. പക്ഷേ അവരറിയുന്ന സാഹിത്യത്തിലേക്ക്, സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യ രംഗത്ത്. അത്രത്തോളം അപ്ഡേറ്റഡ് ആണ്, അത്രത്തോളം തികച്ചും മുന്നോക്കി സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് MT. പിന്നെ കടുകണ്ണാവ ഒരു കഥ മാത്രമല്ല, 2 കഥകളാണ്. അവളുടെ ഓർമ്മയ്ക്ക്, അല്ലേ, നിൻ്റെ ഓർമ്മയ്ക്ക്. ഈ സിനിമ ഒരു വലിയ സിനിമയാക്കാൻ ഞാനും രഞ്ജിത്തും കൂടെ ഒന്ന് നോക്കിയതാണ്. കുറേ വലിയ കഥ ഒരു പൂർണ്ണ സിനിമയായിട്ട് ഈ 40-30 മിനിറ്റിലല്ലാതെ 2 മണിക്കൂറിലും സിനിമയാക്കാൻ വേണ്ടി അദ്ദേഹത്തിനെ സമീപിച്ചുമൊക്കെ അതിൻ്റെ തീരുമാനമൊക്കെ ഉണ്ടായതാണ്. അതിൻ്റെ ഒരു വൈകൽ കാരണം ഈ സിനിമ എടുക്കുമ്പോൾ ഞങ്ങൾ തമ്മിൽ അതിൻ്റെ ഒരു വൈകാരികമായ അടുപ്പം കൊണ്ട് ഇത് തന്നെ അങ്ങ് ആക്കാമെന്ന് തീരുമാനിച്ചതാണ്. വേറെ ഒരുപാട് കഥകളുണ്ട്. ഇതിനെല്ലാത്തിലും അഭിനയിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാം എനിക്ക് തരില്ലാത്തതുകൊണ്ട് എനിക്കൊന്നേ കിട്ടിയുള്ളൂ. അതാണ് കടുകണ്ണാവ നിൻ്റെ ഓർമ്മയ്ക്ക്. ഇതിൽ കടുകണ്ണാവ എന്നാണ് ടൈറ്റിലല്ലേ? ഞങ്ങളിത് MTയുടെ എന്താ പറയുക, കുറച്ച് ആത്മാംശമുള്ള സിനിമയാണ്, കഥയാണ്. അതിൽ 2 വേഷമാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നെ അതും ചുരുങ്ങി ഒന്നായി. അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കുകയാണ് സിനിമയിൽ. കുറച്ചേ ഉള്ളൂ. പക്ഷേ നല്ല ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്നൊരു സിനിമയാണ്. നമ്മളിൽ പലരും MTയെ വായിക്കാൻ തുടങ്ങിയ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത്, തറവാടും വിദേശത്ത് പോയ അച്ഛനുമൊക്കെ ആയിട്ടുള്ള ഒരു കഥ. അത് രഞ്ജയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സിലോണിലൊക്കെ പോയി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ മഹേഷ് പറഞ്ഞ പോലെ ഞങ്ങളും ഫോറിനിലാണ് ഷൂട്ട് ചെയ്തത് ഈ പടം. മഹേഷിൻ്റെ പടം കാനഡയിലാണ് ഷൂട്ട് ചെയ്തത്, ഞങ്ങളുടെ പടം ശ്രീലങ്കയിലാണ് ഷൂട്ട് ചെയ്തത്. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള സിനിമയാണ്. MTയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ
സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല. തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല, ഒരു സാഹിത്യ രൂപം എന്നാലും ശരി. അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അതിനു മുമ്പ് സിനിമ ഉണ്ടായിട്ടുണ്ട്, ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ടി ആണ് അതിൻ്റെ ഒരു ആരംഭക്കുറിച്ചാണ് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങിയത്. അതിന് പിൽക്കാലത്ത് സിനിമാ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആ തിരക്കഥകൾ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ എം ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത്. എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ലെങ്കിലും അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പണ്ടുപോലും ഉണ്ട്, ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് ഞാനും അദ്ദേഹം തമ്മിൽ ഒരു ചെറിയ എന്താ പറയുക ഒരു ഉടമ്പടി ഉണ്ടാക്കിക്കൊണ്ട് 2 ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് കഥ വായിക്കുക, ഒരു കഥ ഒരു 10 പേജോ അല്ല 5 പേജോ 4 പേജോ ഉള്ളൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. ഇതുവരെ നടന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞു. എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീണ്ടുപോയത്. അതിൽ ഇത്രയൊക്കെ ആയി. ഇത് മലയാളത്തിൽ ആദ്യ സംരംഭം പോലെയാണ്. എം ടിക്ക് പ്രായം ആയിട്ടില്ല. എം ടിക്ക് 1 വർഷം കൂടെ ആയി, അത്രേ ഉള്ളൂ. എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ. ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് എം ടി സാറിന് എൻ്റെ പിറന്നാൾ ആശംസകൾ. എല്ലാവരും പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു എം ടി സാറിൻ്റെ ഒരു സിനിമയുടെയൊക്കെ ഭാഗമാവണമെന്നുണ്ട്. നടക്കില്ല എന്ന് അറിയില്ലായിരുന്നു. എന്തോ ഭാഗ്യം പോലെ പ്രിയൻ സാറിലൂടെ അത് സംഭവിച്ചു. ഒരു സ്വപ്നം പോലെയായിരുന്നു അത്. ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ലെജൻസിലേക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു, അവരോടൊരു വേദി പങ്കിടാൻ കഴിഞ്ഞു. ടെൻഷനുണ്ട് തീർച്ചയായിട്ടും. അത്രയും ലെജൻസിനോട് നിൽക്കുമ്പോൾ ഒരുപാട് ഭാഗ്യം, സന്തോഷം. ഗോഡ് ബ്ലെസ്. ഇന്ദ്രേട്ടൻ. നമസ്കാരം എം ടി സാർ, പിറന്നാൾ ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എം ടി സാറിൻ്റെ തിരക്കഥയിൽ മുഖ്യ കഥാപാത്രമായി അഭിനയിക്കാൻ ഭാഗ്യം ലഭിച്ച 2ാമത്തെ സിനിമയാണ് മനോരഥങ്ങൾ. ഇതിനു മുൻപും ഒരു മുഴുനീള ഫീച്ചർ ഫിലിമിൽ സാറിൻ്റെ തിരക്കഥയിൽ അഭിനയിക്കാൻ സാധിച്ചു. എൻ്റെ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ 2000-ന് ശേഷം വന്ന പുതിയ തലമുറയിലുള്ള എത്ര നടീനടന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ അവാർഡായി ഞാനതിനെ കാണുന്നു. അച്ഛനുമായിട്ട് ഒരുപാട് അടുപ്പം, ആത്മബന്ധം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അച്ഛൻ മാത്രമല്ല, അച്ഛൻ്റെ കുടുംബക്കാർ. ശരിക്കും ഈ കടൽക്കാറ്റ് എന്ന മനോരഥങ്ങളിലെ സെഗ്മെൻറ്റിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. എം ടി സാറിൻ്റെ തന്നെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറി ആസ്പദമാക്കിയാണ് കടൽക്കാറ്റ് എന്ന ഈ സിനിമ ചെയ്തിരിക്കുന്നത്. കോയിൻസിഡൻ്റ്ലി എനിക്ക് അച്ഛൻ അഭിനയിച്ചതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കഥാപാത്രം സാറ് തന്നെ സംവിധാനം ചെയ്ത ബന്ധനം എന്ന സിനിമയിലെ കഥാപാത്രമാണ്. സോ ഇപ്പോൾ കഥയൊന്നല്ലെങ്കിലും സാറിൻ്റെ ബന്ധനം എന്ന ഷോർട്ട് സ്റ്റോറിയാണ് ഇവിടെ കടൽക്കാറ്റായിട്ട് തന്നിരിക്കുന്നത്. അതിൽ അഭിനയിക്കാൻ സാധിച്ചു. സോ 1 അല്ല 2 സിനിമയിൽ അഭിനയിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. ഡബിൾ കൺഗ്രാറ്റുലേഷൻസ് ടു അവർ ബിലവഡ് ഇന്ദ്രജിത്ത്. താങ്ക് യു. സാറിനോടൊപ്പം ഇരുന്ന് സംസാരിക്കാൻ ഒരുപാട് അവസരങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല. 1-2 പ്രാവശ്യം ഞാൻ സാറിനെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാറിനോട് അടുപ്പമുള്ളവരെല്ലാവരും, അത് അശ്വതിയാണെങ്കിലും സുധീറാണെങ്കിലും എല്ലാവരും പറയുന്നൊരു കാര്യം, ഇന്ദ്രനെ വലിയ കാര്യമാണ്, ഇന്ദ്രനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട്. ഒരുപാട് സന്തോഷം സർ. എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആൻഡ് ഈ ഒരു അവസരത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊള്ളുന്നു, പിറന്നാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ സർ. താങ്ക് യു ഇന്ദ്രേട്ടാ. ആസിഫ്. എല്ലാവർക്കും നമസ്കാരം. ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ എം ടി സർ. ഒരുപാട് സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ ആദ്യമായി എം ടി സാറിൻ്റെ മുന്നിൽ എത്തുന്നത് നീലത്താമര എന്ന സിനിമയുടെ ഓഡിഷന് വേണ്ടിയിട്ട് ലാൽ ജോസ് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോഴാണ്. അന്ന് ഒരു മലയാളി ലുക്കില്ല എന്നും പറഞ്ഞ് എനിക്കതിൽ നിന്ന് മാറേണ്ടി വന്നു. അതിനുശേഷം നീണ്ട 13 വർഷത്തെ കാത്തിരിപ്പാണ് സാറിൻ്റെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്. അതിൻ്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും ഉണ്ട്. അശ്വതി മാം, സാറിൻ്റെ മകൾ അശ്വതി മാം ഡയറക്റ്റ് ചെയ്ത ഫിലിമിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മധുബാലയാണ് എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്. ഒരുപാട് സന്തോഷം.
താങ്ക് യു. ഞാൻ മഹേഷിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നിവിടെ കേട്ട മലയാളം ഞാൻ അതിന് മാച്ച് ചെയ്യാൻ നോക്കിയ ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബട്ട് ഐ വിൽ ട്രൈ ടു മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആൻഡ് ആസ് കമ്മ്യൂണിക്കേറ്റീവ് ആസ് പോസിബിൾ. വളരെയധികം അഭിമാനമുണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദിസ് പ്രോജക്റ്റ്. MT സാറിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, പഞ്ചാഗ്നി. ഡയറക്ടർ ഹരിഹരനായിരുന്നു. അത് കഴിഞ്ഞിട്ട് getting the opportunity to work with someone as talented as Mahesh Narayanan and to work with Fahad Fazil. ചെറുപ്പത്തിലെ കണ്ട പരിചയമാണ് എനിക്ക് ഫഹദ്. സോ ഇറ്റ് വാസ് എക്സ്ട്രീംലി എന്താ പറയുക, വെരി ഹാർട്ട് വാർമിങ് എക്സ്പീരിയൻസ്. മഹേഷ് ഞാൻ എപ്പോഴും സെറ്റ് വിളിച്ചുകൊണ്ടിരുന്നത് സകലകല വല്ലഭനാണ്, ബിക്കോസ് he was part of the DOP and the editing and the direction. ബട്ട് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ക്രിപ്റ്റാണ്. ഫഹദ് is playing the lead and most importantly the other lead is a പൂച്ച. പൂച്ചയാണ് ഇത് പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ, ഷെർലോക്ക്. And but thank you once again, and once again a huge thanks to MT sir for having all of us on this platform. To have so many talented actors കൂടി ഇങ്ങനെ നമുക്ക് നിന്ന് it's almost like making a history, and I'm very, very honored to be a part of it. Thank you very much.